നമസ്കാരം, ദ ന്യൂസ് ഐയിലേക്ക് സ്വാഗതം. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ കേരളം കൈകോർത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ച UDF സർക്കാരിന്റെ നടപടി കടുത്ത ആശങ്കയ്ക്കിടയാക്കുന്നതാണ്. ബജറ്റിലെ ഈ പ്രഖ്യാപനം വെറും നികുതി പരിഷ്കരണം എന്ന വാദത്തിൽ ഒതുക്കാനാവില്ല. മദ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്ന നയവുമായി VD സതീശൻ സർക്കാർ മുന്നോട്ട് വരുന്നത് അത്യന്തം നിർഭാഗ്യകരമാണ്. സമൂഹത്തിന്റെ ആരോഗ്യത്തെയും യുവതലമുറയുടെ ഭാവിയെയും ബാധിക്കുന്ന വിഷയമാണിത്. അതുകൊണ്ട് തന്നെ വിവിധ മത സാമൂഹിക സംഘടനകളും രാഷ്ട്രീയ കക്ഷികളും ഉയർത്തുന്ന എതിർപ്പിനെ സർക്കാർ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. 10% വരെ വീര്യമുള്ള മദ്യത്തിന് 120% നികുതി, 1020% വീര്യമുള്ളതിന് 175% എന്നിങ്ങനെയാണ് ബജറ്റിലെ പ്രഖ്യാപനം. 251% നികുതി നിലനിന്നെടുത്തതെന്നാണ് ഈ കുറവ്. മദ്യവർജനത്തെക്കുറിച്ചുള്ള വാചാടോപങ്ങൾ നിരത്തുന്നതിൽ മുന്നണികളൊന്നും ഒരു മടിയും കാട്ടാറില്ല. എന്നാൽ അധികാരത്തിൽ മാറിവരുന്ന ഭരണകൂടങ്ങളുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ മദ്യലഭ്യത കുറയ്ക്കുന്നതിനേക്കാൾ വിപണി നിലനിർത്തുകയും വിപുലീകരിക്കുകയും ചെയ്യുന്നതിലാണ് കൂടുതൽ താല്പര്യം പ്രകടമായിട്ടുള്ളത്. പ്രഖ്യാപനങ്ങളും പ്രവർത്തനങ്ങളും തമ്മിലുള്ള ഈ വൈരുദ്ധ്യം തന്നെയാണ് പൊതുസമൂഹത്തിൽ സംശയങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കുന്നത്. UDF സർക്കാർ സമഗ്ര മദ്യനയം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുമെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ ബജറ്റ് പ്രഖ്യാപനം സർക്കാരിന്റെ സമീപനം ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നതെന്നതിന്റെ സൂചനയായി വിലയിരുത്തപ്പെട്ടേക്കാം. ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിനേക്കാൾ മദ്യവിപണിക്ക് പുതിയ സാധ്യതകൾ തുറന്നു കൊടുക്കുന്ന നയസൂചനയായാണ് ഇതിനെ പലരും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ സർക്കാർ ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ട്. വീര്യം കുറഞ്ഞ മദ്യം എന്ന പേരിൽ ഇത്തരം ഉൽപ്പന്നങ്ങളെ കൂടുതൽ സുലഭമാക്കുന്നത് പുതിയ ഉപഭോക്താക്കളെ സൃഷ്ടിക്കുമെന്ന ഭയം അടിസ്ഥാനരഹിതമല്ല. മദ്യത്തിന്റെ വീര്യം കുറവാണെന്നത് അതിന്റെ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഇല്ലാതാക്കുന്നില്ല. മറിച്ച് സുരക്ഷിത മദ്യം എന്ന തെറ്റായ ധാരണ സൃഷ്ടിച്ച് മദ്യ ഉപയോഗത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതോടൊപ്പം ബക്കാർഡി കമ്പനിയെ സഹായിക്കാനാണ് നികുതി പരിഷ്കരണം എന്ന പ്രതിപക്ഷ ആരോപണവും ഗൗരവമുള്ളതാണ്. നികുതി ഇളവിനായുള്ള ഫയൽ നീക്കമൊക്കെ വേഗത്തിൽ നടന്നത് ഈ ആരോപണത്തിന്റെ ശക്തി കൂട്ടുന്നുണ്ട്. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സർക്കാർ കരുതുന്നുവെങ്കിൽ പോലും അതിന് വ്യക്തവും വിശ്വസനീയവുമായ വിശദീകരണം നൽകേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. ജനവിശ്വാസത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ സുതാര്യതയാണ് ജനാധിപത്യ സർക്കാരിന്റെ ഏറ്റവും വലിയ ആയുധം. ഈ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഭരണകക്ഷിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന ആശങ്കകളാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണവും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലന്റെ പരാമർശങ്ങളും മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളും ഈ വിഷയത്തിൽ സർക്കാരിനെ സംശയമുനയിൽ നിർത്തിയിരിക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള ജനകീയ പരിപാടിയുമായി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ആഭ്യന്തര വകുപ്പ് ലഹരി മാഫിയയുടെ വേരറുക്കാൻ പാടുപെടുമ്പോൾ സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷികളെയും സാമൂഹിക നേതൃത്വങ്ങളെയും ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഒരു നയം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് രാഷ്ട്രീയ വിവേകമല്ല. ലഹരി വിരുദ്ധ ദൗത്യങ്ങൾക്കും ബോധവൽക്കരണ പരിപാടികൾക്കും കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന ഒരു സർക്കാർ മറുവശത്ത് മദ്യത്തിന്റെ വിപണി വിപുലീകരിക്കുന്ന തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് വൈരുദ്ധ്യമാണ്. ഒരു കൈകൊണ്ട് ലഹരിക്കെതിരെ പോരാടുകയും മറുകൈകൊണ്ട് അതിന്റെ വ്യാപനത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്ന സമീപനം സമൂഹത്തിന് നൽകുന്ന സന്ദേശം അപകടകരമാണ്. മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും കുറയ്ക്കുമെന്ന വാഗ്ദാനവുമായി അധികാരത്തിലെത്തിയ LDF സർക്കാർ പിന്നീട് ബാറുകളും ബെവ്കോ ഔട്ട്ലെറ്റുകളും വർദ്ധിപ്പിക്കുകയും മുൻ ഉമ്മൻചാണ്ടി സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിക്കുകയും ചെയ്തതോടെ മദ്യലഭ്യത അഭൂതപൂർവമായി വർദ്ധിച്ചു. അതിനാൽ തന്നെ UDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ലഹരിയുടെ ലഭ്യത കുറയ്ക്കുന്ന നടപടികളാണ് സമൂഹം പ്രതീക്ഷിച്ചത്. എന്നാൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകി വിപണി വികസിപ്പിക്കാനുള്ള നീക്കം ആ പ്രതീക്ഷകളോട് പൊരുത്തപ്പെടുന്നതല്ല. ഇപ്പോൾ പ്രതിപക്ഷം വിമർശിക്കുന്നുവെങ്കിലും വീര്യം കുറഞ്ഞ മദ്യനയത്തിന്റെ തുടക്കം LDF ഭരണകാലത്താണെന്നതും മറക്കരുത്. 2022-23 മദ്യനയത്തിലൂടെ ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് അനുമതി നൽകിയെങ്കിലും നികുതി വരുമാനം കുറയുമെന്ന ആശങ്കയിൽ പദ്ധതി മുന്നോട്ട് പോയില്ല. ഇന്ന് അതേ ആശയം നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗമായി UDF സർക്കാർ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ലഹരി ഉപയോഗം കുറയ്ക്കുമെന്ന പ്രഖ്യാപനങ്ങളെക്കാൾ ഖജനാവ് നിറയ്ക്കലിലാണ് മുൻഗണന ലഭിക്കുന്നതെന്ന വിമർശനം ശക്തമാവുകയാണ്. ജനങ്ങളുടെ ആശങ്കകളെ കേൾക്കാനും തെറ്റായ തീരുമാനങ്ങൾ തിരുത്താനുമുള്ള ആർജവമാണ് ഒരു സർക്കാരിന്റെ ശക്തി. വരുമാനം വർദ്ധിപ്പിക്കാനുള്ള എളുപ്പ വഴിയായി മദ്യത്തെ വീണ്ടും ആശ്രയിക്കുന്നതിന് പകരം ആരോഗ്യകരമായ സാമൂഹിക വികസനത്തിനും ഉൽപാദനക്ഷമമായ സമ്പദ് വ്യവസ്ഥയ്ക്കും വഴിയൊരുക്കുന്ന നയങ്ങളാണ്
കേരളത്തിന് ആവശ്യം. ഇത് ഉൾക്കൊള്ളുന്ന ബജറ്റ് തന്നെയാണ് ധനകാര്യമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഈ നന്മകളെയും ദീർഘവീക്ഷണ കാഴ്ചപ്പാടുകളെയും നശിപ്പിക്കുന്നതാണ് മദ്യ സംസ്കാരത്തിലേക്ക് തള്ളിവിടുന്ന തീരുമാനങ്ങൾ. ജനവികാരവും സാമൂഹിക ഉത്തരവാദിത്വവും മാനിച്ച് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള തീരുമാനം സർക്കാർ പുനഃപരിശോധിക്കണം. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ കേരളം പിന്നോട്ടല്ല, മുന്നോട്ടാണ് പോകേണ്ടത്.